നമസ്കാരം. റിയൽ ന്യൂസ്. പനങ്ങാട് പഞ്ചായത്തിലെ 2ാം വാർഡിൽപ്പെട്ട വയലട തോരാട് മലയിൽ കരിങ്കൽ കോറി സ്ഥാപിക്കാനുള്ള നീക്കത്തിനെതിരെ പ്രതിഷേധം ശക്തമാക്കി നാട്ടുകാർ. ജനങ്ങളുടെ ആവശ്യപ്രകാരം VT സൂരജ് MLA സ്ഥലത്ത് സന്ദർശനം നടത്തി. നേരത്തെ ജിയോളജി വകുപ്പ് നേതൃത്വത്തിൽ വിദഗ്ധ സംഘം സ്ഥലത്ത് പരിശോധന നടത്തിയിരുന്നു. വയലട തോരാടുമലയിൽ കരിങ്കൽ ക്വാറി സ്ഥാപിക്കാനുള്ള നീക്കത്തിനെതിരെ നാട്ടുകാരുടെ പ്രതിഷേധം ശക്തമാകുന്നു. പനങ്ങാട് പഞ്ചായത്തിലെ 2ാം വാർഡിൽപ്പെട്ട തോരാട് പ്രദേശത്ത് സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്താണ് കരിങ്കൽ ക്വാറി സ്ഥാപിക്കാനുള്ള നീക്കം നടക്കുന്നത്. തോരാട് എന്ന് പറയുന്ന ഈ പ്രദേശത്തു നിന്നാണ് ഈ നീർച്ചാൽ ഇങ്ങനെ ഒഴുകി വരുന്നത്. അതിലൂടെയാണ് ഇവിടെ പുന്നത്തറ കുറുമ്പയിൽ പ്രദേശങ്ങളിലൊക്കെയുള്ള ജനങ്ങൾ ഓസ് ഇട്ടിട്ടാണ് അവർക്ക് ദാഹജലം കുടിവെള്ളം കിട്ടുന്നത്. ആ കുടിവെള്ളത്തിന് ഒരു നാശം വരാൻ പോകുന്ന ഒരു സംഗതിയാണ്. ശരിക്കും നമ്മുടെ ഈ പ്രദേശങ്ങൾ നോക്കിയാൽ, ഭൂമിശാസ്ത്രപരമായ പ്രദേശം നോക്കിയാൽ ഒരു ചെരിഞ്ഞ് കിടക്കുന്ന ഒരു പ്രദേശമാണ്. ഇതിൻ്റെ മേലെ തോരാട് ഇവിടെ ഒരു കോറി തുടങ്ങുകയാണെങ്കിൽ അത് നമ്മുടെ ഈ നാടിൻ്റെ ഏറ്റവും ഭയങ്കര ഒരു നാശമായിരിക്കും. അതേപോലെ കുറച്ച് അങ്ങേ സൈഡിലാണ് 20 സെൻറ്റിമീറ്ററോളം വീതിയിൽ 200 മീറ്റർ നീളത്തിൽ ഒരു കിടങ്ങ് ഇങ്ങനെ വന്നിരുന്നു ഒരു കുന്നിന്. അതൊക്കെ സംഭവിച്ചു നിൽക്കുന്ന ഈ കുന്നിൻ്റെ മേലെ ഇങ്ങനെ ഒരു കോറി വന്നാൽ വരുന്ന എന്താണ് പറയുക, ഒരു ചൂരൽമല പോലുള്ള സംഭവങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്ന് ജനങ്ങൾ ഭയപ്പെടുകയാണ്. അതുകൊണ്ട് തന്നെയാണ് ജനങ്ങൾ മുഴുവനും മെമ്പർ എന്നുള്ള നിലയ്ക്ക് എന്നെങ്ങനെ ഫോൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്തൊക്കെയാണ് മെമ്പറെ, ഇങ്ങനെ വരുമോ, കോറി വരുമോ, നമ്മൾ എന്താ ചെയ്യാനുള്ള ഒരു ആശങ്കയിൽ, ഒരു ഭയപ്പാടിലാണ്. അതുകൊണ്ട് ഒരു കാരണവശാലും ഈ തോരാട് നടക്കുന്ന ഈ കോറി അനുവദിക്കുകയില്ല എന്ന് ഉറച്ച ഒരു തീരുമാനത്തിലാണ് ജനങ്ങളെല്ലാവരും ഉള്ളത്. മുഴുവൻ കക്ഷി, രാഷ്ട്രീയ, ജാതി, മത ഭേദമന്യേ എല്ലാവരുടെ ഒരു പിന്തുണ അങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരുടെയും ഒരു സഹായം കൂടി അഭ്യർത്ഥിക്കുകയാണ്. ഇവിടെ ഇങ്ങനത്തെ ഒരു സംഭവം നടക്കാൻ പാടില്ല എന്നുള്ള ഒരു അഭിപ്രായമാണ് മൊത്തം ജനങ്ങൾക്കുള്ളത്. നിർമ്മാണ പ്രവൃത്തിയിൽ ആശങ്കപ്പെടുന്നവരുടെ അഭ്യർത്ഥന പ്രകാരം VT സൂരജ് MLA സ്ഥലം സന്ദർശിച്ചു. സർക്കാർ വകുപ്പുകളിലെ അധികൃതരുമായി ബന്ധപ്പെടുമെന്ന് അദ്ദേഹം പറഞ്ഞു. കുറുമ്പയിൽ തോരാട് മേഖലയിൽ ഒരു കോറിയുടെ പ്രവർത്തനം ആരംഭിക്കുമെന്നുള്ള വാർത്തയും ആ ആശങ്കയും ജനങ്ങൾ വലിയ ഭീതി പടർത്തിയിരിക്കുകയാണ്. ജനവാസ മേഖലയാണ്, അപൂർവനം സസ്യങ്ങളുള്ള പ്രകൃതിയാണിത്. അതീവ ദുർബലമായൊരു പ്രദേശമാണ്. ഒരുപാട് നീർച്ചാലുകൾ, ദാഹജലമാകറ്റുന്ന നീർച്ചാലുകളാണ് ഇവിടെ നിന്ന് തുടങ്ങുന്നത്. അതിനൊക്കെ ബാധിക്കുന്നുണ്ട്. അതൊക്കെ നശിപ്പിക്കുന്ന രീതിയിൽ ഒരു കോറിയുടെ പ്രവർത്തനം ആരംഭിച്ചാൽ നാടിൻ്റെ സന്തുലിതാവസ്ഥയെ അല്ലെങ്കിൽ പ്രകൃതി സന്തുലിതാവസ്ഥയെ നശിപ്പിക്കുന്നതിന് തുല്യമാണ്. അതുകൊണ്ട് ഇവിടെ കോറിയുടെ പ്രവർത്തനം നടത്തരുത് എന്നാണ് ജനങ്ങളുടെയൊക്കെ ആവശ്യപ്രകാരമാണ് ഇവിടെ എത്തിയത്. ഇവിടെ എത്തിയപ്പോൾ ബോധ്യപ്പെട്ട കാര്യങ്ങൾ, ഇവിടെ പരിസ്ഥിതി അതീവ ദുർബലമായിരിക്കുന്ന പ്രദേശമാണ്. ഒരുപാട് അപൂർവയിനം സസ്യജാലങ്ങളുണ്ട്, നീരുറവകളുണ്ട്. അതൊക്കെ അങ്ങനെ ഒരുപാട് ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഇടമാണ്. അതുകൊണ്ട് തന്നെ ആശങ്കകൾക്കൊപ്പം നിലകൊള്ളുകയാണ്. എന്ത് നടപടിയിലേക്കാണ് ഉദ്ദേശിക്കുന്നത്? തീർച്ചയായും ബന്ധപ്പെട്ട അധികാരികൾക്ക് പരാതി കൊടുത്തുകൊണ്ട് ഇവിടെ കോറി തുടങ്ങരുത് എന്ന ജനങ്ങളുടെ ആവശ്യത്തിനൊപ്പം ബന്ധപ്പെട്ട അധികാരികൾക്ക് ആദ്യം പരാതി കൊടുക്കുന്നത് ബന്ധപ്പെട്ട അധികാരികളെ ബോധ്യപ്പെടുത്തും. ക്വാറി പ്രവർത്തനം തുടങ്ങിയാൽ മലയിൽ നിന്നും ഉത്ഭവിക്കുന്ന 8ഓളം നീരുറവകൾ മലിനമാകുമെന്നും നാട്ടുകാർ പറയുന്നു. ജിയോളജി വകുപ്പ് നേതൃത്വത്തിൽ വിദഗ്ധ സംഘം സ്ഥലം സന്ദർശനം നടത്തിയിരുന്നു. എന്നാൽ ക്വാറി പ്രദേശത്ത് മഞ്ഞക്കുറ്റികൾ സ്ഥാപിച്ച് മണ്ണ് നീക്കം ചെയ്യാനുള്ള പ്രവൃത്തികളും തുടങ്ങിയിട്ടുണ്ട്. വലിയ വെള്ളച്ചാട്ടങ്ങളുള്ള തോരാടുമലയിലുണ്ടാകുന്ന കരിങ്കൽ സ്ഫോടനങ്ങൾ 1000ഓളം അടി താഴ്ചയിലുള്ള കുറുമ്പൊയിൽ അങ്ങാടിയെയും ഇവിടുത്തെ ജനവാസ മേഖലയെയുമാണ് ബാധിക്കുക എന്ന ആശങ്കയും നാട്ടുകാർക്കുണ്ട്. വാർഡംഗങ്ങളായ PG ദേവാനന്ദൻ, PK നാസർ, KC സുരേഷൻ, R കബീർ, PK രംഗേഷ് കുമാർ എന്നിവരും MLAക്ക് ഒപ്പമുണ്ടായിരുന്നു. റിയൽ ന്യൂസ്, ബാലുശ്ശേരി.